പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന കുറേ പ്രസംഗങ്ങൾ സമീപകാലങ്ങളിലായി നാം കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇസ്ലാമിനെയാണ് പരിചയപ്പെടുത്തുന്നത്, ഇസ്ലാമിനെയാണ് മനസ്സിലാക്കി തരുന്നത്. പക്ഷേ ഇവരാരും ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല. അവർ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വരുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം എത്തിയ രാജ്യമാണ് നമ്മുടെ കേരളം. ആ കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇത്രയും നൂറ്റാണ്ടുകൾ കാലം ഇവർ പരിചയപ്പെട്ടു പോകുന്ന ഇസ്ലാം തന്നെയാണോ ഇത്? ആ ഇസ്ലാമുമായി ഇവർ പറയുന്ന ഈ ഇസ്ലാമിന് ബന്ധമുണ്ടോ എന്ന് ഇവർ ചിന്തിക്കാതെ പോയി. ആദ്യമായി ഒരു സ്ഥലത്ത് എത്തുന്ന ഒന്നാണ് ഈ ഇസ്ലാമെങ്കിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വളരെ ആളുകൾ വരേണ്ടതാണ് നമുക്ക് പറയാം. അതേ സ്ഥാനത്ത് നമ്മുടെ ഈ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും ഇല്ലാത്ത അത്ര പഴക്കം നമ്മുടെ കേരളത്തിന് ഇസ്ലാമുമായി ഉണ്ട്. അതിന് വ്യക്തമായ തെളിവുകൾ കേട്ടുകേൾവികളോ അല്ലെങ്കിൽ പുരാണങ്ങളോ ഐതിഹ്യങ്ങളോ ഒന്നുമല്ലാത്ത ലിഖിതമായ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാം പഴയ കാലങ്ങളിൽ കടന്നുപോയ രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ ചരിത്രങ്ങൾ ധാരാളം എഴുതപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് അൽ ഖത്തീബ് അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 463 ഈ ലോകത്തോട് വിട പറഞ്ഞ ആളാണ്. അപ്പൊ ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ബഗ്ദാദുമായി ബന്ധപ്പെട്ട 14,500 മഹാന്മാരുടെ ചരിത്രമാണ് ആ ഗ്രന്ഥത്തിൽ, 14 വാല്യം വരുന്ന ആ ഗ്രന്ഥത്തിൽ ശേഖരിക്കപ്പെട്ടിട്ടുള്ളത്. ബഗ്ദാദുമായി ബന്ധപ്പെട്ട ഇറാഖിലെ മൊത്തം പണ്ഡിതന്മാരുമായിട്ടല്ല, ബഗ്ദാദ് ഇറാഖിന്റെ പഴയകാല മുതൽക്കേ ഉള്ള വലിയ പട്ടണവും ഇന്ന് ഇറാഖിന്റെ ആസ്ഥാനവുമാണ്. ആ ബഗ്ദാദുമായി ബന്ധപ്പെട്ട് 14,500 മഹത്തുക്കളുടെ ചരിത്രമാണ് താരീഖ് ബഗ്ദാദ് എന്ന പേരിൽ ഖത്തീബുൽ ബഗ്ദാദി രചിച്ച 14 വാല്യങ്ങൾ വരുന്ന ആ ബൃഹത്തായ ഗ്രന്ഥത്തിലുള്ളത്. ഇതൊരു രാജ്യത്തുള്ള ഒരു ടൗണിന്റെ മാത്രം കഥയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ അയിമ്മത്തുകൾ ഗ്രന്ഥമെഴുതി എത്രയാണ്. ഡമസ്കസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ചരിത്ര ഗ്രന്ഥമാണ് താരീഖു ദിമസ്കൽ കബീർ. 80 വാല്യത്തിലാണ് അത് രചിക്കപ്പെട്ടിട്ടുള്ളത്. 1 മുതൽക്ക് 80 വാല്യം ഒരു കുത്തുബ്ഖാനയിൽ ലൈബ്രറിയിൽ ഇരിക്കാൻ ഒരു സൊഫ് ഇരിക്കാണ്ടാവുന്നത്. ആ ഗ്രന്ഥത്തിൽ ഡമസ്കസുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഒരൊറ്റ ഗ്രന്ഥം. ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ കാണുന്ന കൂട്ടത്തിൽ കേരളത്തിന്റെ ചരിത്രം ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തിന് മൊത്തം ചരിത്രം എഴുതിയ ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹയ്യ് അൽ ലഖ്നവി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച
ബൃഹത്തായ ഗ്രന്ഥമാണ് നുസ്ഹത്തുൽ ഖവാത്തിർ, 4 വാല്യങ്ങൾ. അതിൽ ഇന്ത്യയുടെ ഒരു ഹ്രസ്വമായ ചരിത്രം എഴുതിയ കൂട്ടത്തിൽ ഇസ്ലാമിന്റെ പഴയകാല ബന്ധത്തെക്കുറിച്ച് അതിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമുമായി ആദ്യം ബന്ധപ്പെട്ടത് തന്നെ ഇന്ത്യ രാജ്യത്തിൽ കേരളമാണെന്നും അതിൽ കാണാം. അതുമല്ല, പഴയ കാലത്ത് ഇന്ത്യയും കുറെ രാജ്യങ്ങളിലായി ഇബ്നു ബത്തൂത്ത അദ്ദേഹം ഈ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇബ്നു ബത്തൂത്തയുടെ രാജ്യം മഗ്രിബ്, മൊറോക്കോ രാഷ്ട്രത്തിലെ ഫാസ് എന്ന് പറയുന്ന പട്ടണത്തിൽ 7 മഹത്തുക്കൾ അവിടെ അന്തിമശ്രമം കൊള്ളുന്നു. അതിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഇബ്നു ബത്തൂത്ത. സബഅത്തു റിജാൽ എന്ന പേരിൽ സിയാറത്തിന് പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പോകുന്ന സ്ഥലമാണ് ഈ സ്ഥലം. സബഅത്തു റിജാൽ, 7 പുരുഷന്മാർ. അതിലൊരു പുരുഷനാണ് ഇബ്നു ബത്തൂത്ത. അദ്ദേഹം നിലകൊള്ളുന്ന ഇന്ന് അന്തിമശ്രമം മൊറോക്കോ രാജ്യത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് തന്നെ 30 വർഷം നീണ്ടുന്ന ലോകസഞ്ചാരമായിരുന്നു അദ്ദേഹം നടത്തിയത്. അത് നീണ്ട ചരിത്രമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം ആ കാലഘട്ടത്തിൽ പല രാജ്യങ്ങളും ചുറ്റി സഞ്ചരിച്ച് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ എത്തിച്ചേർന്നു. അന്ന് മുഗൾ ചക്രവർത്തിമാരിൽപ്പെട്ട സുൽത്താൻ തുഗലക്കാണ് അന്നത്തെ രാജാവ്. മുഗളന്മാരിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഇദ്ദേഹത്തിന് പാണ്ഡിത്യം മനസ്സിലാക്കി 3 വർഷം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇയാളെ കാമിയാക്കിയിട്ടുണ്ട്. ഇബ്നു ബത്തൂത്ത ഇവിടെ കാമിയായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ വന്ന ആ ചരിത്രം അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹം പോയ എല്ലാ രാജ്യങ്ങളും അദ്ദേഹം എഴുതി വെക്കുകയും ഉണ്ടായ പ്രത്യേക സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ ആ നാട്ടിൽ കണ്ട പ്രത്യേക വിഷയങ്ങളുടെ അനുഭവം എല്ലാം അദ്ദേഹത്തിന്റെ ഡയറിയിൽ അദ്ദേഹം എഴുതി വെച്ചായിരുന്നു. ലാസ്റ്റിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോയി. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും നാട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ 30 വർഷമായിട്ടുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡയറി കുറിപ്പുകളൊക്കെ പരിശോധിച്ച് അതൊരു ഗ്രന്ഥരൂപേണ എഴുതണം എന്ന നിർദ്ദേശം രാജാവ് കൊടുത്തത്. ആ നിർദ്ദേശപ്രകാരം അദ്ദേഹം രചിച്ച കിതാബാണ്, ഗ്രന്ഥമാണ് റിഹില ഇബ്നു ബത്തൂത്ത. ഒരുപാട് ഭാഷയിൽ ഇന്ന് ആ ഗ്രന്ഥം കിട്ടും. പല ഭാഷകളിലേക്കും ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പല പ്രധാനപ്പെട്ട പട്ടണങ്ങളെ കുറിച്ച് പറഞ്ഞു കാണാം. കൊച്ചിയെക്കുറിച്ച് പരാമർശമുണ്ട്. കോശിൻ എന്ന് പറയുന്നത് കൊച്ചിയാണ്. കലികറ്റിനെ കുറിച്ച് പരാമർശമുണ്ട്. അങ്ങനെ വിവിധ രാജ്യങ്ങളെക്കുറിച്ച് ആ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇനി അതും പോകട്ടെ, രാജ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മഹാനായ യാഖൂത്തുൽ ഹമവി റഹ്മത്തുള്ളാഹി അലൈഹി ഏകദേശം 700 കൊല്ലങ്ങൾക്ക് മുമ്പ് രചിച്ച ഗ്രന്ഥമാണ് മുഅ്ജമുൽ ബുൽദാൻ. മുഅ്ജമുൽ ബുൽദാൻ എന്ന ആ ഗ്രന്ഥത്തിൽ നമ്മുടെ ഈ കേരളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കേരളത്തിലെ പ്രധാന പട്ടണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കേരളത്തിൽ കഴിഞ്ഞുപോയ വലിയ ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ മലൈബാരി എന്ന പേരിൽ നമ്മുടെ മലബാറിലേക്ക് ചേർത്തിയിട്ടുള്ള മലൈബാരി, കാൽ മലൈബാരി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളാണ്.
ധാരാളം നിരവധി ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ആ പരാമർശം കാണും. ഞാൻ പറഞ്ഞിരുന്ന ഇതൊക്കെ കേരളം ഇസ്ലാമിക രാജ്യമായതുകൊണ്ടല്ല. പക്ഷേ കേരളത്തിന് ഇസ്ലാമുമായുള്ള ബന്ധം അത്രയും പണ്ടുകാലം മുതലേ ഉള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് ഈ വ്യക്തികളെയും ഈ രാജ്യങ്ങളെയും ഒക്കെ ഇത്രയും പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ടത്. അപ്പൊ കേരളം ഇസ്ലാമുമായുള്ള ബന്ധം സമീപകാലത്തെ ബന്ധമല്ല. അതുകൊണ്ട് തൗലീ ജമാഅത്ത് നന്നായിട്ട് പിന്നെ മുജാഹിദായി. അങ്ങനത്തെ ആളുകൾ വന്നിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ പറയുന്നത് അത്രയും മുൻകാലങ്ങളിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആളുകളാണ് നമ്മുടെ നാട്ടിലെ പൂർവികർ, മഹാന്മാർ, പഴയ ആളുകൾ, നമ്മുടെയൊക്കെ ഉപ്പാപ്പമാർ തന്നെ. അവരൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞ മനസ്സിലാക്കിയ പരിശുദ്ധ ദീനാണ് ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കാൻ പുതിയ ആളുകൾ പിന്നെ വരേണ്ടതില്ല. നിർദ്ദേശപ്രകാരം നമുക്കറിയുന്ന ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികൾ, ചെറുപ്പക്കാരൊക്കെ മഈശത്തിന്റെ വിഷയത്തിന് വേണ്ടി ആ രാജ്യങ്ങളിലൊക്കെ ചെല്ലുന്നു. സമീപകാലത്ത് ഡെവലപ്പായ രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ തന്നെ. പക്ഷെ ആ രാജ്യങ്ങൾ പോലും ഈ പറയപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്നും തെരഞ്ഞു നോക്കിയാൽ കാണൂല. ഇന്നത്തെ ഏറ്റവും വലിയ രാജ്യമല്ലേ ദുബൈ, അബുദാബി, ഖത്തർ, ഇങ്ങനത്തെ രാജ്യങ്ങളൊന്നും ഈ പറയപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണുകയില്ല. ഇസ്ലാമിന്റെ സന്ദേശം അവിടെയൊക്കെ എത്തിയത് വളരെ വൈകിട്ടാണ്. അതതിന് കാരണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച് മരിച്ചുപോയ വലിയ വലിയ മഹാന്മാരുടെ മക്കാമുകളൊന്നും അവിടെ ചെന്നാൽ കാണൂല. അതാ ചില ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് സൗദിയിൽ UAE പോയി. അവൻ മടങ്ങി വരുമ്പോ ഈ ജാതി പ്രസംഗം കേട്ടു. കാര്യമായി എല്ലാ ശിർക്കുകളും കിടക്കുന്നത് ജാറത്തുമല്ല. അങ്ങനെയാണ് ഇപ്പൊ മുജാഹിദിന്റെ വിശ്വാസം. കുറെ പണ്ട് വെളിയങ്കോട് ഉമർ മൗലവിന്റെ ഒരു പ്രസംഗം കേട്ടു. അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, തൗഹീദിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നദവത്തുൽ മുജാഹിദീൻ. രാവും പകലുമില്ലാതെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞ പോലെ റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാപ്പകലില്ലാതെ തൗഹീദിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ, ഞാൻ ക്ഷണിക്കുന്നിടത്തോളം അപ്പുറം ദൂരത്തേക്ക് പോവുകയാണ് അവര്. ഈ അനുഭവമാണ് എനിക്കുണ്ടായത് എന്ന് പറഞ്ഞ അനുഭവം ഈ ഉമ്മർ മൗലവി പങ്കുവെക്കുന്നു. അയാൾ പറയുന്നത്, ഞാൻ പല മുജാഹിദിന്റെ നേതാക്കളോടും ചോദിച്ചു, അല്ല മൗലവി, നാം എത്ര കാലമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ശിർക്ക് ഇവിടെ കൂടി വരില്ലാതെ ശിർക്ക് കുറയുന്നില്ല. അതുകൊണ്ട് എന്താണ് നിങ്ങൾ ഇതിന് നിർദ്ദേശം വെക്കുന്നത്? പലതും പറഞ്ഞു എന്നല്ലാതെ ഒന്നും എനിക്ക് ബോധ്യപ്പെട്ട രീതിയിൽ ഒരു മറുപടി ആരുടെ നിന്നും കിട്ടിയില്ല. അവസാനം ഡോക്ടർ ഉസ്മാനോട് ചോദിച്ചപ്പോഴാണ് എനിക്കൊരു ശരിയായ മറുപടി കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു, മൗലവി, ഈ ശിർക്ക് നിന്ന് പോണെങ്കിൽ ഇന്ന് ഈ കാണുന്ന ജാറങ്ങൾ മുഴുവൻ തച്ചു വിളിക്കണം. ഈ ജാറത്തിൽ നിന്നാണ് ഈ ശിർക്ക് പിന്നെയും പെരുക്കി കൂടി വരുന്നത്. ജാറത്തിങ്ങൽ പോയി അതിനെ ഇബാദത്ത് ചെയ്യുകയാണ്, അവിടുത്തെ കൊടി ചുംബനം ചെയ്യുകയാണ്, അവിടുത്തെ മക്കാമിലിട്ട വസ്ത്രം ചുംബിക്കുകയാണ്, അവിടുത്തെ ഉമ്മർപ്പടിന്റെ മേലെ ചുംബനം ചെയ്യുകയാണ്. ഇങ്ങനെ തുടങ്ങി 100 കൂട്ടം ശിർക്കുകളാണ് ജാറും സംബന്ധിച്ച് ജാറുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജാറം പൊളിച്ചെങ്കിലല്ലാതെ ഈ ശിർക്കുകൾ ഇവിടുന്ന് നീങ്ങുകയില്ല. ഇതെനിക്ക് ബോധ്യപ്പെട്ടത് ശരിയാണ്. ഇത് തന്നെയാണ് ഇതിന്റെ കാരണം. നമ്മൾ എന്ത് താഴ്വാപ്രവർത്തനം നടത്തിയിട്ടും ശിർക്ക് കുറയില്ല. മാത്രമല്ല, ഇവരുടെ നേതാവായ ഇബ്നു അബ്ദുൽ വഹാബ്
സൗദിയിൽ വന്ന് അയാൾ തുടങ്ങിയ പരിപാടി തന്നെ ഇതാണ്. മിർആത്തുൽ ഹറമൈൻ എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട്. 2 വാല്യങ്ങളുള്ള ആ ഗ്രന്ഥത്തിൽ മുഴുവൻ അദ്ദേഹം ആ കാലത്ത് പൊളിച്ച ഖബറുകളുടെ പേരുകൾ മുഴുവൻ അതിൽ കാണാം. തച്ചു പൊളിച്ച ഖബറുകൾ. മഹാനായ അലിയുൽ ഉറൈലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖബർ എങ്ങനെയോ പൊളിക്കപ്പെടാതെ മദീനയിൽ നിന്നൊരു 3-4 കിലോമീറ്റർ അകലെയായി ഉണ്ടായിരുന്നു. സമീപകാലത്ത് ഇപ്പൊ അതും കണ്ടെത്തി. 2 വർഷങ്ങൾക്ക് മുമ്പ് അതും തച്ചുപൊളിച്ചു. തച്ചുപൊളിക്കുന്നതിന് മുമ്പ് വിനീതനായ ഞാനും അത് കണ്ടിട്ടുണ്ട്. നമ്മുടെ പലരും പോയി സിയാറത്ത് ചെയ്ത സ്ഥലമായിരുന്നു. അങ്ങനെ ഈ ജാറം പൊളിക്കുന്ന പരിപാടി ഇവിടെ പറഞ്ഞെങ്കിൽ അത് നേരത്തെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവരെ നേതാക്കൾ. സൗദി അറേബ്യയിൽ പൊളിച്ച ജാറങ്ങൾ കുറച്ചൊന്നുമല്ല. ഇനി പോകട്ടെ, ലോകത്ത് പൊളിക്കപ്പെടാതെ എത്ര ജാറങ്ങൾ, കോടിക്കണക്കിന് ജാറങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ശിർക്കുകളെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് ജാറത്തിന്മേലാണെന്ന ധാരണ വെച്ച് ജാറം പൊളിക്കുക എന്നതാണ് ഇവരുടെ പണ്ടുകാലം മുതൽ ഇന്നേ വരെ ഉള്ള പ്രധാനപ്പെട്ട ഒരു ജോലി. വയനാട് ചുരത്തിൽ വളരെ പഴക്കമുള്ള ഒരു മക്കാം, ആ മക്കാം രാത്രി പൊളിക്കുന്നതിനിടയിൽ കയ്യോടെ പിടികൂടിയത് നിങ്ങൾ അറിഞ്ഞു കാണാം. ഇപ്പൊ സമീപകാലത്ത് ഉണ്ടായ സംഭവമാണ്. പക്ഷെ ഇങ്ങനെ പൊളിച്ചതുകൊണ്ട് ലോകത്തിലെല്ലാ മക്കാമുകളും പൊളിച്ചു കളയാൻ ഇവർക്ക് കഴിയോ? ചിലപ്പോൾ ചില സാധുക്കൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും പോകാത്തവർ യുഎഇയിൽ പോയാൽ അവിടെ ജാറങ്ങളൊന്നുമില്ല. കാരണം ഇസ്ലാമികമായി അത്ര ചരിത്ര പാരമ്പര്യമുള്ള സ്ഥലമല്ല. ഇനി കുവൈത്തിൽ പോയാൽ അവിടെയും കണ്ടില്ല എന്ന് വരും. ഒമാനിൽ പോയാൽ കാണും. ഒമാനിൽ പോയവർക്ക് ധാരാളം മക്കാമുകൾ ജാറങ്ങൾ ഇവിടെ കാണാനുണ്ട്. സൗദി അറേബ്യയിൽ
ജാറങ്ങൾ മക്കാം എമ്പാടുണ്ടായിരുന്നു. അതൊക്കെ സമീപകാലത്ത് പൊളിച്ചു കളഞ്ഞാണ്. താരീഖു മആലിമിൻ മദീനത്തി ഖദീമൻ വഹദീസൻ എന്നൊരു ഗ്രന്ഥം ഇപ്പൊ സമീപകാലത്താണ് അത് എഴുതിയ മുസന്നിഫ് മരിച്ചത്. ഹിജറ 1385 അദ്ദേഹം വഫാത്തായത്. അദ്ദേഹം എഴുതിയ ആ ഗ്രന്ഥം മദീനത്തിന്റെ അടയാളങ്ങൾ പഴയതും പുതിയതും എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അദ്ദേഹം എല്ലാം ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. ഓരോ മക്കാമുകൾ ജാറങ്ങളായിരുന്ന കാലത്തുണ്ടായിരുന്ന ജാറവും കുബ്ബയും ഇപ്പൊ പൊളിച്ചതിന് ശേഷം തരിശായി കിടക്കുന്ന രൂപവും രണ്ടും അദ്ദേഹം വളരെ വ്യക്തമായി താരീഖു മആലിമിൻ മദീനത്തി ഖദീമൻ വഹദീസ. ഇനി ഏത് ചരിത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാലും നേരത്തെ ഞാൻ പറഞ്ഞ താരീഖു ദിമഷ്കൽ കബീർ അല്ലെങ്കിൽ താരീഖു ബഗ്ദാദ് പോലത്തെ ഈ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുമ്പോ ഓരോ മഹാന്മാരുടെ ഖബറുകളും അത് ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും അലൈഹി കുബ്ബത്തുൻ അളീമത്തുൻ, അതിന്റെ മേലെ വലിയൊരു കുബ്ബയുണ്ട്. യുസാറു ഇത്ബറക്കു ബിഹ, അവിടെ സിയാറത്തിന് ജനങ്ങൾ വരുന്നു. ആ കുബ്ബ കൊണ്ട് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് ബറക്കത്തുകൾ ജനങ്ങൾ തേടുന്നു. അങ്ങനെ എത്ര സംഭവങ്ങൾ. ബഹുമാനപ്പെട്ട ഇബ്നു സബ്ബാഹ് റളിയല്ലാഹു അൻഹു ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഖബറിന്റെ മേലുണ്ടാക്കിയ കുബ്ബ ഇന്നും നിലനിൽക്കുന്നു. വഅലൈഹി കുബ്ബത്തുൻ അലീമത്തുൻ വഅൻഫഖ അലൈഹാ അംവാലൻ കസീറ, ധാരാളം പണം മുടക്കിയാണ് ആ കുബ്ബ ഉണ്ടാക്കിയത്. ആരാ ഉണ്ടാക്കിയത്? ഇബ്നു സബ്ബാഹ് റളിയല്ലാഹു അൻഹു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കാണാ ഇമാം ഷാഫി തങ്ങളെ കുറിച്ച്, വഅലൈഹി കുബ്ബത്തുൻ അലീമത്തുൻ ലായിഖത്തുൻ ബിജലാലി ഖദരിഹി. ഷാഫി ഇമാമിന്റെ ആ പ്രൗഢമേറിയ അവിടുത്തെ മഹത്വത്തോട് അനുയോജ്യമായ ഒരു വലിയ കുബ്ബയും ആ ഖബറിന്റെ മേലെ ഉണ്ട് ഈജിപ്തിൽ. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മഖാം ജാറം, നമ്മളെവിടെയൊന്നും അങ്ങനത്തെ ജാറം തന്നെ കാണുന്നില്ല. അത്രയും പ്രൗഢമായ ജാറം ഫലസ്തീനിൽ നിലകൊള്ളുന്നു, ഇന്നും നിലകൊള്ളുന്നു. അവിടുത്തെ വലിയ ജുമുഅത്ത് പള്ളിയുടെ ഉള്ളിലാണ് 4 ജാറങ്ങൾ. ഒന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജാറമാണെങ്കിൽ, ഒന്ന് അവിടുത്തെ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ ജാറമാണ്. മറ്റ് 2 ജാറങ്ങൾ ഇവർ രണ്ടുപേരുടെയും ഇങ്ങനെ 4 ജാറങ്ങൾ പള്ളിയുടെ ഉള്ളിലാണ്. ഇപ്പോൾ പള്ളി വീതി കൂട്ടി വന്നപ്പോ പള്ളിയുടെ ഉള്ളിലായി. ഇതൊക്കെ ഇന്നും വലിയ ജാറങ്ങളായി നിലനിൽക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം ജാറം, വലിയ ജാറം ഉസ്ബെക്കിസ്ഥാനിൽ ഇന്നും നമുക്ക് പോയാൽ കാണാൻ കഴിയും. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിന്റെ ജാറവും അവിടെ കാണാൻ കഴിയും. ഇങ്ങനെ പൂർവസൂരികളായ പണ്ഡിതന്മാരുടെ ജാറങ്ങൾ, മഖാമുകൾ പണ്ടുകാലം മുതലേ ഉള്ളതൊക്കെ ഇനി പൊളിച്ചിട്ട് തീരുമോ? പക്ഷേ ഇന്നിപ്പോ എല്ലാവർക്കും മനസ്സിലായി, ഇതൊക്കെ ബോധ്യപ്പെട്ടു. കുറച്ചൊക്കെ പൈസ ഉള്ള ആളുകൾ സിയാറത്തിന് വേണ്ടി പല രാജ്യങ്ങളിലേക്കും പോകുമ്പോ ഈ സ്ഥലങ്ങളൊക്കെ കാണുകയാണ്. നേരിട്ട് കാണുമ്പോൾ നമുക്കിനി ഒരു വഴതും പ്രസംഗമൊന്നും കേൾക്കണ്ട. സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവിടെ ഒരു വട്ടം വന്നാൽ മതി എന്ന് പറയുന്ന സാധാരണക്കാരുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, അയിമ്മത്തിന്റെ ദറജകൾ, സ്ഥാനങ്ങൾ, ജനങ്ങളിൽ അവർക്കുള്ള അംഗീകാരം, ഇതെല്ലാം ഉന്മൂലനം ചെയ്താൽ ഇവര് വിചാരിച്ച തൗഹീദോടെ ആയി കിട്ടുമെന്നാണ് അവരുടെ ധാരണ. പക്ഷേ ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് വ്യക്തമായും മനസ്സിലാക്കാൻ ഇവിടെ നടക്കുന്ന പ്രസംഗം
നമുക്കൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകണമെന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് അതൊരു ബൃഹത്തായ വലിയ സംഘടനയാണ്. ആലിമീങ്ങളും ഉമറാക്കളും സാദാത്യങ്ങളും എല്ലാവരും അണിചേർന്നിട്ടുള്ള ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആഖിറം നന്നാക്കണം. ഇതുകൊണ്ട് മറ്റ് ഭൗതികമായ താൽപര്യങ്ങളല്ല, ദീനിയായ രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അതിന് ദീൻ എന്താണെന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ സംഘടന എന്നുകൂടി ഓർമ്മപ്പെടുത്തി അതിന്റെയൊക്കെ പ്രവർത്തകരും പ്രചാരകരുമാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. രണ്ട് ആദരിക്കൽ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമാ സെക്രട്ടറിയും കേരള മുസ്ലിം ജമാഅത്തിന്റെ ഉപാധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട പന്മള ഉസ്താദിനെ KSA തങ്ങളും മഹല്ല് സെക്രട്ടറി KK മജീദ് സാഹിബും കൂടി ആദരിക്കുന്നു. ഉസ്താദിനെയും മറ്റ് രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. മറ്റൊന്ന് SYSന്റെ സംസ്ഥാന സെക്രട്ടറി മജീദ് കക്കാടിനെ പൊന്മള ഉസ്താദും ഈ പരിപാടിയുടെ കൺവീനർ സിറാജുദ്ദീൻ കൂടി ആദരിക്കുന്നു. എല്ലാവരെയും ക്ഷണിക്കുന്നു. ഒരറിയിപ്പ്. SYS കുമാരനെല്ലൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന മതപ്രഭാഷണവും സുന്നി സമ്മേളനവും മുക്കം പാലത്തിന് സമീപം 25-ാം തീയതി അബ്ദുൽ ഖാദർ ഹസനി മമ്പീരി, 26-ന് സുന്നി സമ്മേളനം മൗലാന പേരോട് ഉസ്താദ് പങ്കെടുക്കുന്ന എല്ലാവരെയും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയരായ ശൈഖുന പന്മള ഉസ്താദ് അബ്ദുൽ മജീദ് സാഹിബ് കക്കാട്, വേദിയിലും സദസ്സിലും സന്നിഹിതരായ അഹ്ലുസുന്ന സംഘ കുടുംബത്തിലെ വിവിധ ഘടകങ്ങളുടെ സാരഥികളും നേതാക്കളുമായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരാമുഖ പ്രഭാഷണത്തിന് മുതിരുന്നില്ല. ഔപചാരികത മാത്രം വാക്കുകളിൽ നിർവഹിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൗഢമായ പ്രഭാഷണവും വിഷയാവതരണവും ഇവിടെ നടക്കാനിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് നൽകിയ അനേകം അനുഗ്രഹങ്ങളിൽ അതിശ്രേഷ്ഠമായ 2 അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന്, നമ്മെ മനുഷ്യ കുടുംബത്തിൽ ജനിപ്പിച്ചു. മറ്റൊന്ന്, ഇസ്ലാമിക തറവാട്ടിൽ സുന്നി കുടുംബത്തിലെ അംഗമായി നമ്മെ ജനിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ 2 അനുഗ്രഹങ്ങളുടെയും ശരിയായ മൂല്യവും അതിന്റെ വിലയും നമുക്ക് ബോധ്യമാകുന്നത്
വികല ചിന്താഗതിക്കാരും ആശയക്കാരും മക്കളോ മരുമക്കളോ പേരമക്കളോ ബന്ധുക്കളോ ആയി ഉള്ള ചില കുടുംബങ്ങളിൽ മരണം നടക്കുമ്പോഴാണ് ചില അവകാശികൾ പറയും, എന്റെ ബാപ്പക്ക് ഖുർആൻ ഓതാൻ പാടില്ല. വേറെ ചിലർ പറയും, ഇവിടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ തഹ്ലീൽ ചൊല്ലാൻ പാടില്ല. വേറെ ചില ബന്ധുക്കൾ പറയും, അടിയന്തരത്തിന്റെ പരിപാടി തന്നെയില്ല. അപ്പോഴാണ് ഒരു സുന്നി കുടുംബത്തിൽ ജനിച്ചതിന്റെ വിലയും മൂല്യവും നമുക്ക് ശരിക്കും ബോധ്യപ്പെടുക. കരുണാവാരിധിയായ അല്ലാഹു ജല്ല ജലാലുഹു ഈ വലിയ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും, അനുഭാവപൂർവം ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാ ജനങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ വിശ്വാസ വീക്ഷണങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും